നമസ്കാരം. ഇന്നത്തെ ഡിവൈൻ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ആദ്യം തന്നെ കാണുന്നത് നിങ്ങൾക്ക് പുതിയ തുടക്കങ്ങൾ വരുന്നതായിട്ടാണ്. നിങ്ങളുടെ ലൈഫിലെ പുതിയ അധ്യായങ്ങളിലോട്ട് നിങ്ങൾ കാലെടുത്ത് വെക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ കുറച്ച് വിശ്വാസത്തോടെയും നിങ്ങൾ സെൽഫ് കോൺഫിഡൻസോടെയും ഡിവൈനെ വിശ്വസിച്ച് ഒരു ഭയവും ഇല്ലാതെ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ സോൾ പർപ്പസിലോട്ട് നിങ്ങൾ അലൈൻ ആകുന്നൊരു എനർജിയിലോട്ടാണ് നിങ്ങൾ കണക്റ്റ് ആകുന്നതായിട്ട് ആണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ അതിലേക്ക് ഉറച്ച കാൽവെപ്പുകൾ നടത്തുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഡിവൈൻ പ്രൊട്ടക്ഷനും അതുപോലെ ഡിവൈൻ്റെ സപ്പോർട്ടും ഗൈഡൻസും നിങ്ങൾക്കുണ്ടെന്ന് ഇവിടെ മെസ്സേജ് കിട്ടുന്നുണ്ട്. നിങ്ങൾ മുന്നോട്ട് എങ്ങനെ പോകണം, എങ്ങോട്ട് പോകണം എന്നുള്ള കറക്റ്റ് ഗൈഡൻസ് ഗൈഡൻസ് മെസ്സേജസും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഐഡിയകളും എങ്ങനെ പോകണം എന്നുള്ള കറക്റ്റായിട്ടുള്ള ഐഡിയാസും എല്ലാം നിങ്ങളിലോട്ട് ഓട്ടോമാറ്റിക്കലി കണക്റ്റ് ആകുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ അറിവും നിങ്ങൾ കറക്റ്റായിട്ട് വിനിയോഗിക്കുന്നതായും ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വളരെ ശ്രദ്ധയോടെ വയ്ക്കുന്നതായും ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്കൊരു വിജയവും അതുപോലെ റെക്കഗ്നേഷനും ഒക്കെ വരുന്നുണ്ട്. അത് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ടും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ എഫേർട്സ് മറ്റുള്ളവരെ അംഗീകരിക്കുന്നതായും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. മറ്റുള്ളവർ നിങ്ങളെ ഒരു ആരാധനയോടെയൊക്കെ നിങ്ങളെ നോക്കുന്നതായിട്ടും അതുപോലെ നിങ്ങളെ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുന്നതായിട്ടും ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ ചലഞ്ചസിനെയൊക്കെ അതിജീവിച്ച് മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ നൽകുന്നതായിട്ടും അതുപോലെ തന്നെ ഒരു ലീഡറായിട്ട് നിങ്ങളെ അവർ തിരഞ്ഞെടുക്കുന്നതായിട്ടും ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വളരെ പെട്ടെന്ന് ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മാറ്റങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു സഡൻ ഇൻസ്പിറേഷൻ നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിനായിട്ട് ലഭിക്കുന്നതായി കാണുന്നുണ്ട്. നിങ്ങളെ സക്സസ്സിലോട്ട് വളരെ പെട്ടെന്ന് കൊണ്ടെത്തിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അത്രയും വളരെ സ്പീഡായിട്ടുള്ളൊരു ആക്ഷൻ, ഒരു മെസ്സേജ് ഒക്കെ നിങ്ങളിലോട്ട് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. പിന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷനൊക്കെ മാറി മെൻ്റൽ ക്ലാരിറ്റി, ട്രൂത്തൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ തന്നെ ക്ലിയറായിട്ട് ഡിസിഷൻസൊക്കെ എടുക്കാൻ കഴിയുന്നതായും അതുപോലെ ഈ സ്റ്റേജിലോട്ട് നിങ്ങളെ കൊണ്ട് എത്തിക്കുന്നത് ഡിവൈൻ ഗൈഡൻസ് ആണെന്ന് ഇവിടെ മെസ്സേജ് കിട്ടുന്നുണ്ട്. ഇനി നിങ്ങൾ വളരെ ഹാപ്പിയായി മുന്നോട്ട് പോകാൻ കഴിയുന്നതായി കാണുന്നുണ്ട്. സക്സസ് പല കാര്യങ്ങളിലും നിങ്ങളെ തേടിയെത്തുന്നതായിട്ട് കാണുന്നുണ്ട്. മാനിഫെസ്റ്റേഷൻ വർക്കാവുന്നൊരു ടൈം കൂടിയായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഡിവൈൻ സപ്പോർട്ടോടുകൂടി തന്നെ നിങ്ങൾക്ക് ലഭിക്കേണ്ടത് എന്താണോ അത് കൃത്യമായിട്ട് നിങ്ങളിലോട്ട് വരുന്നൊരു സമയവും കൂടെ ആയിട്ട് ഇവിടെ കാണുന്നുണ്ട്. വളരെയധികം സന്തോഷവും എന്താ പറയുക, നിങ്ങളുടെ മനസ്സ് നിറയുന്ന തരത്തിലുള്ളൊരു ഫുൾഫിൽമെൻറ്റും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ അത്രയേറെ ഹാപ്പി ആകുന്ന ഒരു എനർജിയിലോട്ട് കണക്റ്റ് ആവുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതുപോലെ നിങ്ങൾ വളരെ അർത്ഥവത്തായ കാര്യങ്ങൾ സ്വായത്തമാക്കാനുള്ള സ്കിൽസൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ എഫേർട്സിനുള്ള ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്, അതിനൊരു സംശയമില്ല. നിങ്ങൾ അതിനായിട്ട് ക്ഷമയോടുകൂടി അച്ചടക്കത്തോടെ പ്രവർത്തിക്കുക. അതിനുള്ള ഫലം നിങ്ങളിലോട്ട് തന്നെ വരുന്നതാണ്. നിങ്ങൾ അങ്ങനെ പ്രവർത്തിക്കുന്നവർ തന്നെയായിട്ടാണ് ഇവിടെ കാണുന്നത്. സ്കിൽസൊക്കെ ഒത്തിരിയേറെ ഡെവലപ്പ് ചെയ്യുന്നവരായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഡിസിപ്ലിനോടുകൂടി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. പിന്നെ നിങ്ങൾക്ക് ചില ഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷൻസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ ഗ്രൗണ്ടഡ് ആയി തന്നെ നിങ്ങളുടെ മൂല്യം എന്താണോ അത് തിരിച്ചറിഞ്ഞ് സെൽഫ് കോൺഫിഡൻസോടെ മുന്നോട്ട് പോകാനാണ് ഇവിടെ ഡിവൈൻ ഗൈഡൻസ് വരുന്നത്. നിങ്ങളെ തകർക്കാൻ ആർക്കും കഴിയുകയില്ല. നിങ്ങളുടെ പവർ എന്താണോ അതിൽ നിങ്ങൾ ഉറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് മുന്നിൽ വരുന്ന കോമ്പറ്റീഷൻസ് ഒക്കെ നിങ്ങളുടെ വളർച്ചയ്ക്ക് സഹായകരമായിട്ടുള്ളതാണ് എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങളിവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുക. അല്ലാതെ നിങ്ങളിവിടെ ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല. നിങ്ങളുടെ കഴിവ് എന്താണെന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കി നിങ്ങൾ സെൽഫ് കോൺഫിഡൻസോടെ മുന്നോട്ട് പോയാൽ മാത്രം മതി എന്നുള്ളൊരു ഗൈഡൻസാണ് ഇവിടെ കിട്ടുന്നത്.
അതുപോലെ നിങ്ങൾ വളരെയധികം ഹാപ്പി ആകുന്ന സാഹചര്യങ്ങളിലോട്ട് നിങ്ങൾ കണക്റ്റ് ആവുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. പല ആഗ്രഹങ്ങളും നിങ്ങൾക്ക് പൂർത്തീകരിക്കപ്പെടുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതിൻ്റെ ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടും, പല ആഗ്രഹങ്ങളും നിങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും പ്രാപ്തമാകുന്നതിനാൽ തന്നെ നിങ്ങൾ വളരെയധികം പ്രൗഡായി നിങ്ങൾക്ക് ഫീല് ചെയ്യപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. ഇമോഷണൽ ഫുൾഫിൽമെൻറ്റിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. വളരെയധികം മാനസികമായി നിങ്ങൾ സംതൃപ്തിയിലോട്ട് പോകുന്നൊരു എനർജിയിലോട്ടാണ് നിങ്ങൾ കണക്റ്റ് ആവുന്നതെന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ വെളിച്ചം, വളരെ വലിയൊരു സക്സസ് നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അത് നിങ്ങളുടെ ഇന്നർ ചൈൽഡിനെ പോലും സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സക്സസ് ആണെന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങളിവിടെ പല സത്യങ്ങളെയും നിങ്ങൾ മനസ്സിലാക്കുന്നതായും, അതുപോലെ നിങ്ങൾക്ക് മുന്നിൽ പല സത്യങ്ങളും തുറക്കപ്പെടുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ വളരെയധികം ഹാപ്പിയായി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ടും, നിങ്ങളുടെ പാത്ത് വളരെയധികം ക്ലിയർ ആവുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഒരു ഡിവൈനെ വിശ്വസിച്ച് നിങ്ങൾ സെൽഫ് കോൺഫിഡൻസോടെ മുന്നോട്ട് പോകുന്ന നിങ്ങൾക്ക് വളരെ വലിയൊരു സക്സസ് തന്നെയാണ് നിങ്ങൾക്ക് വരുന്നത്. നിങ്ങളുടെ ഹാർഡ് വർക്കിനൊക്കെ ഒരു ഫലം വരുന്നൊരു സമയമാണ്. നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുക. അപ്പോൾ നിങ്ങളിവിടെ പുതിയ തുടക്കങ്ങൾ വരുന്നുണ്ട്, പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നുണ്ട്, നിങ്ങൾക്ക് സക്സസ് വരുന്നുണ്ട്. വളരെ ഫാസ്റ്റായിട്ട് കുറേയേറെ കാര്യങ്ങൾ നിങ്ങളെ മുന്നോട്ട് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് സഹായകരമായിട്ട് കുറേയേറെ കാര്യങ്ങൾ നിങ്ങളിലോട്ട് വളരെ ഫാസ്റ്റായിട്ട് വരുന്നുണ്ട്. നിങ്ങളുടെ എഫേർട്സിനെല്ലാം ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ നിങ്ങളിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ് നിങ്ങൾക്കുണ്ടാകുന്നുണ്ട്. വളരെ വലിയൊരു സക്സസും നിങ്ങളിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്രയുമാണ് ഇന്നത്തെ റീഡിങ്. ഇനി ഹീലിംഗ് പ്രോസസ്സിലുള്ളവർ അത് കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾ ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുക. അത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി. എൻ്റെ ഫോൺ നമ്പർ ഇതിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുക, അല്ലെങ്കിൽ നിങ്ങൾ അതിന് സമയം കണ്ടെത്തുക. പിന്നെ നിങ്ങളുടെ മൈൻഡ് എപ്പോഴും കാമായിട്ട് തന്നെ സൂക്ഷിക്കുക. നിങ്ങൾ പോസിറ്റീവ് എനർജിയിൽ തന്നെ എപ്പോഴും നിലനിൽക്കാൻ ശ്രമിക്കുക. നെഗറ്റീവ് ഇമോഷൻസ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റുക. കാരണം വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു സക്സസ് ആണ് നിങ്ങളിലോട്ട് വരുന്നത്. അപ്പോൾ പ്രകൃതിയിലോട്ട് നിങ്ങൾ കുറച്ചേറെ സമയം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഹീലിങ്ങും റിലാക്സേഷനും ഒക്കെ നിങ്ങൾക്ക് ലൈഫിൽ കിട്ടുന്നതാണ്. മെഡിറ്റേഷന് സമയം കണ്ടെത്തുക. അതുപോലെ തന്നെ പോസിറ്റീവ് അഫർമേഷൻസ് ഒക്കെ നിങ്ങൾ ലൈഫിലോട്ട് കൊണ്ടുവരിക. നിങ്ങൾ ഹോപ്പിനോ പ്രാക്ടീസ് ചെയ്യുക 108 തവണ. ഇതിലൊക്കെ എന്തെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. എന്താണെങ്കിലും നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക. എപ്പോഴും നിങ്ങൾ പോസിറ്റീവായി തന്നെ നിലനിൽക്കാൻ ശ്രമിക്കുക കേട്ടോ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.